ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആവുക. അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇത് വീഡിയോ റെസനേറ്റ് ആവുന്നത് എന്നുള്ളതോടെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈ പോയിൻറ്റും കൂടെ കൊടുക്കുക. ഓക്കെ, എന്താണ് റീഡിംഗ് നോക്കാം. പോസിറ്റീവ്, കാർഡുകൾ നോക്കാം. 10 of Pentacles, Tower, 3 of Pentacles, King of Pentacles, Page of Wands, Knight of Cups, Temperance. കാർഡുകൾ ഒന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ 10 of Pentacles, Tower, 3 of Pentacles, King of Pentacles, Page of Wands, Knight of Cups, ടെമ്പറൻസ് ആണ് ഇവിടെ ബോട്ടമായി വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ, ഷെയർ, പണം ഇവയൊക്കെ കിട്ടുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ്. അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻസ്, ഭാവി തലമുറയ്ക്കും കൂടി ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിലും പറയുന്നത്. നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള റിസൾട്ട് നിങ്ങളിലേക്ക്, ധനമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു, ധനം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ചിലർ പ്രോപ്പർട്ടി വാങ്ങുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. ചിലർ പ്രോപ്പർട്ടി വിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അതായത് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ചിലർക്കൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പറഞ്ഞല്ലോ ഒരു സ്വത്തുക്കൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വത്ത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ മറ്റോ നിങ്ങൾ എഴുതി വെക്കുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻകം തരുന്ന ഒരു കരിയറിൽ നിങ്ങൾ ലീഡ് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളതിൽ ലീഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു, നിങ്ങൾക്ക് അഭിവൃദ്ധി ലഭിക്കുന്നു. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും നല്ല രീതിയിൽ. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ, അവരുടെ ഫാമിലി നീഡ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പണം അവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കാനും ഒക്കെ പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ. ഫാമിലിക്കായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ചിലർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. അവരെ കൂടി ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ജോലിയിൽ സ്റ്റേബിളായിട്ടുള്ള ഒരു നിലയിലെത്തുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാനും പരിപാലിക്കാനും അതുപോലെ തന്നെ പണം മാറ്റി വയ്ക്കാനും സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരു വിൽപ്പത്രം തയ്യാറാക്കുന്ന തരത്തിലുള്ള എനർജി. പിന്നെ ചിലർക്കൊക്കെ ഒരു റിട്ടയർമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ കൂടി വരുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുന്നു, സംസാരിക്കുന്നു. ഒരു റിട്ടയർമെൻറ്റ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒഫീഷ്യലി നിങ്ങളിലേക്ക് അത് പറയുന്നു എന്നുള്ള തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ. പിന്നെ ചിലർക്കൊക്കെ ഒരു സൈക്കിളിൻ്റെ എൻഡാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങളിലേക്ക്, നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു റിസൾട്ട് ലഭിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നതുകൊണ്ട് തന്നെ മറ്റു പലരും നിങ്ങളുടെ ഇടയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിനാൻസിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റിയെക്കുറിച്ച് മറ്റുള്ളവരോട് ചർച്ച ചെയ്യുന്നത് നിർത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചർച്ച ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർ പല സംരംഭങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ
പല നിക്ഷേപങ്ങൾ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചിലപ്പോൾ സമീപിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫിനാൻസിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. കാരണം നിങ്ങൾ അത്രയും സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടാണ് ഈ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ആലോചനയും തീരുമാനങ്ങളും കൊണ്ട് മാത്രം മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ പറയാനുള്ളത്. ഓക്കെ, അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് ടവറാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു അട്ടിമറി നിങ്ങളിലേക്ക് വരുന്നു, ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചറി നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു ടവർ മൊമെൻ്റ് ആണ് ഇവിടെ കാണുന്നത്. അതായത് ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവുക, ബ്രേക്കപ്പ്, ചിലർക്കൊക്കെ ഒരു ഡൈവേഴ്സ്, വിവാഹമോചനം, അതുപോലെ തന്നെ ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസ്, ടെൻഷൻ, ചിലപ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഒരു അസുഖ നിർണയം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു അസുഖം, അതിൻ്റെ ഒരു റിസൾട്ട് വരിക, അതിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന തരത്തിലൊരു എനർജി, ചിലർക്കൊക്കെ ഒരു ആക്സിഡൻറ്റ് കൂടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഇന്നത്തെ ദിവസം മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ തൊഴിൽപരമായിട്ടായാലും നിങ്ങൾക്ക് വളരെയധികം മോശ സമയം ആണ് എന്നുള്ളതും കൂടി ഇവിടെ കാണിക്കുന്നു. അതായത് സ്ഥലം മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത, ഇഷ്ടപ്പെടാത്ത പ്രൊമോഷൻ, സ്ഥലം മാറ്റം, ധനപരമായിട്ടുള്ള നഷ്ടം, ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടാത്ത തരത്തിലുള്ള എനർജി നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ. അതായത് നിങ്ങൾ അത് നിലനിർത്തി കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് നല്ലത് വരുത്തുന്ന കാര്യമായിരിക്കില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സ് അതിനെ നിങ്ങളിൽ നിന്ന് മാറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഈ ഒരു ടവർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോഴും ഇതിൽ നിങ്ങൾക്ക് ബട്ടർഫ്ലൈനെ അതുപോലെ തന്നെ സ്റ്റാറിനൊക്കെ നിങ്ങൾക്ക് കാണാം. അതായത് ഇവിടെ നിങ്ങൾ ഇത്രയും നാളും എന്താണോ നിങ്ങളെ മുന്നോട്ടേക്ക് നിങ്ങൾ ആ ഒരു സ്റ്റാർ ആവുന്നതിൽ നിന്നും തടഞ്ഞിരുന്നത്, അത് നിങ്ങളിൽ നിന്നും മാറ്റി നിങ്ങളെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മാറ്റി നിങ്ങളെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കുവാൻ, പുതിയ തരത്തിൽ നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് യൂണിവേഴ്സ് അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടാക്കിയത്. അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണത്, അത് മാറ്റുക. എന്നിട്ട് നിങ്ങളായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഇതിന് അനുസരിച്ച് മുന്നോട്ടേക്ക്, ലോസിനനുസരിച്ച് മുന്നോട്ടേക്ക് പോയിട്ട് നിങ്ങളൊരു ഹൈറ്റ്സിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടവർ മൊമെൻ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ടവർ എന്നതുകൊണ്ട് ഇവിടെ പറയുന്നത്. ഒരു സഡൻ ചേഞ്ചാണ് ചിലർക്ക്, അതായത് ഒരു അവേക്കനിങ് കൂടിയാണ് കേട്ടോ ചിലർക്കൊക്കെ. അതായത് ഒരു തിരിച്ചറിവായിരിക്കും നിങ്ങൾക്ക്. അതുവരെ നിങ്ങൾക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതിൽ നിന്നും ഒരു അവേക്കനിങ് ആണ് ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഇതിലൊക്കെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവും. അതായത് അതിൽ നിന്ന് നിങ്ങൾ മാറി ഒരു അവേക്കനിങ് നിങ്ങളിലേക്ക് വരുന്നു, അതിനെ നിങ്ങൾ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ്. ചിലർക്കൊക്കെ സഡൻ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾക്ക് ഒരു ഉൾബോധം, ഒരു ഉൾവിളി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ടവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ടവർ. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കുക. പുറത്തേക്കൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് പോവുക. ഓക്കെ, വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ പതുക്കെ പോവുക. അതുപോലെ തന്നെ അല്ലാത്തവരും എല്ലായിടത്തും വളരെയധികം ശ്രദ്ധിക്കുക. ചിലർക്കൊക്കെ ഒരു വീഴ്ച ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പെട്ടെന്ന് സ്ലിപ്പായിട്ട് വീഴാനോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴാനോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കൂടി ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ ഈ ടവറിൽ മറ്റൊരു കാര്യം കൂടി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ പല കാര്യങ്ങളും അതായത് ഒരു റെസ്റ്റ് ഇല്ലാതെ ചെയ്യുന്ന ഇതുണ്ടാവും. അതായത് നിങ്ങളെപ്പോലും പരിഗണിക്കാതെ റെസ്റ്റ് ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു. അതൊക്കെ വരുമ്പോഴാട്ടോ ഈ ടവർ മൊമെൻ്റ് വരിക എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ വല്ലാതെ മറ്റൊരു ബന്ധത്തിലോ അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പിലായാലും ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഒരു തിരിച്ചടിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാതെ, നിങ്ങളെ കെയർ ചെയ്യാതെ, നിങ്ങളെ ലവ് ചെയ്യാതെ എവിടെയാണോ നിന്നിട്ടുള്ളത്
അതിൽ നിങ്ങൾക്കൊരു തിരിച്ചടിയായിരിക്കാം ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുള്ളത്, ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ചിലപ്പോൾ ചിലർ നല്ല പീക്ക് പോയിന്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതായത് അവർ ജോലി ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു പീക്ക് പോയിന്റിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു ഒന്ന് വഴുതി വീഴുക, അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരിക. അതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ബാലൻസ്ഡ് അല്ലാതെ മുന്നോട്ടേക്ക് പോയതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക. അത് നിങ്ങൾക്ക് ആദ്യം നല്ല വിഷമം ഉണ്ടാവുമെങ്കിലും പക്ഷേ അതൊരു പുതിയൊരു പാതയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്താണ്, അതായത് നിങ്ങൾ ആ ഒരു ബാലൻസിലേക്ക് വരിക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സെൽഫ് കെയർ, സെൽഫ് ലവ് ഒക്കെ ചെയ്യുക. സെൽഫ് ലവ് ഇല്ലാതിരിക്കുമ്പോഴും ടവർ മൊമെൻ്റ് വരും എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, അടുത്തത് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ഇന്നൊരു ടീമായിട്ടായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഒരു ടീമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊളാബറേഷൻ നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ തീരുമാനിക്കുന്ന തരത്തിലുള്ള എനർജി, പഠിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു, ഒരു ഗൈഡൻസ് എടുക്കുന്നു. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സോ പുതിയ സംരംഭമോ എന്തെങ്കിലും, അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി മുന്നോട്ടേക്ക് പോകാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ അതിലേക്കുള്ള പ്ലാനിങ് തയ്യാറാക്കുന്നു. മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഒന്നുകിൽ ഒരുപോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും, ഒരേ സ്ഥലത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ബോസ് ലൈക്ക് എനർജിയുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതുമായിരിക്കാം. ചിലർക്കൊക്കെ ഒരു അപ്രന്റീസ്ഷിപ്പാണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ ഇത് ഒരു ഗൈഡിനെ കിട്ടുന്നു. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ആ ഒരു നല്ല രീതിയിൽ ആ ഒരു കോഴ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. റിലേഷൻഷിപ്പിൽ പറയുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു തേർഡ് പാർട്ടി എൻട്രി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് പറയാനുള്ളത്. ഇവിടെ ചിലർക്കൊക്കെ ഒരു മാസ്റ്ററി എടുക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് കേട്ടോ, അതുകൂടി ഉണ്ട്. അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾ പോകുന്ന തരത്തിലൊരു എനർജി, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുമായിട്ട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പിണങ്ങിയിരിക്കുന്ന വ്യക്തികളാണ്, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് കൂടിച്ചേർന്ന് പ്രവർത്തിക്കേണ്ട തരത്തിലുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം അവരെ ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അവരുമായിട്ട് ഒത്തുചേർന്ന് മുന്നോട്ടേക്ക് പോയേ പറ്റൂ എന്നുള്ളൊരു തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ പറയുന്നത്. അടുത്ത കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇന്നേ ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. അവരെ കൂടി മുന്നോട്ടേക്ക് ഫിനാൻഷ്യലി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വെൽത്ത്, അതുപോലെ തന്നെ പുതിയൊരു ഒരു ഡിസിപ്ലിൻ നിങ്ങൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി, അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു ലീഡർഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് അതായത് ഒരു പ്രോസ്പെരിറ്റി നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജനറോസിറ്റി, നിങ്ങൾ മറ്റുള്ളവരെയും കൂടി മുന്നോട്ടേക്ക് അവരെയും കൂടി സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും അത് നടപ്പിലാക്കാനും നിങ്ങൾക്ക് ഇന്നേ ദിവസം സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു നിക്ഷേപം നിങ്ങൾ നടത്തുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഒരു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിങ്ങളൊരു നിക്ഷേപം നടത്തുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അതാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. എന്തായാലും പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം സ്റ്റേബിളായിട്ട് ഫിനാൻഷ്യലി നിങ്ങൾക്ക് സ്റ്റേബിൾ ആവാൻ വേണ്ടി പറ്റുന്ന തരത്തിലൊരു എനർജി, ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത്. മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തിന് ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. നിങ്ങൾ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ മുൻപ് ഒരുപാട് പരിശ്രമിച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സമാധാനപരമായിട്ട് നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നു. നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് മറ്റുള്ളവരോട് കൂടി ഷെയർ ചെയ്ത് അവരെ കൂടി മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കുന്നു എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു ഗൈഡ് ബുക്കായിട്ട് മാറുന്ന തരത്തിലൊരു എനർജിയാണ്. അതായത് ഫിനാൻഷ്യലി എങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളൊരു പ്ലാനിങ് നിങ്ങൾക്ക്
ചെയ്യാൻ അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ അത് എങ്ങനെ കൊണ്ടുവരണം, അത് എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്, മുമ്പ് നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു നോളജ് ഉണ്ടായിരുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്കതിനെ പഠിക്കാൻ സാധിച്ചു. അതിനെ അതായത് നിങ്ങളെ ഒരു പുസ്തകമായിട്ട് മറ്റുള്ളവർക്ക് ഷോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. അതായത് നിങ്ങൾ വെൽ പ്ലാൻഡ് ആക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് എഴുതി വെച്ച് മനസ്സിലാക്കി എന്താണ് അതിൻ്റെ പോരായ്മ, എന്താണ് അതിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോയതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് നിങ്ങളെ ഒരു മാതൃകയാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നു. നിങ്ങളൊരു റോൾ മോഡൽ ആകുന്നു എന്നുള്ളത് കൂടിയാണ്. ഫിനാൻഷ്യലി മറ്റുള്ളവർ നിങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു റോൾ മോഡൽ നിങ്ങൾ ആവുന്നു. അവരിലേക്ക് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് പേജ് ഓഫ് വാൺസ് ആണ്. ഈ ഒരു പേജ് ഓഫ് വാൺസ് കുറേ ദിവസമായി ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുന്നു. എന്താണെന്നറിയില്ല, അതിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും കുറേ പേർ അവരുടെ പാഷനൊത്ത് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു, പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അവർ മറ്റൊന്നിനെയും ബോധർ ചെയ്യുന്നില്ല. ആ ഒരു പാഷനൊപ്പം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അതിനെ നിങ്ങൾ പാഷനേറ്റായിട്ട് കാണുന്നു, മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വളരെയധികം ഇൻസ്പയർഡ് ആകുന്നു, പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു, പുതിയ പല കണ്ടെത്തലുകളും നടത്തുന്നു. നിങ്ങൾക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ഒരു ഫ്രീ സ്പിരിറ്റായിട്ട് മാറുന്നു, പലതും എക്സ്പ്ലോർ ചെയ്യുന്നു, സാഹസികമായിട്ടുള്ള യാത്ര നിങ്ങളിലേക്ക് വരുന്നു, ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഫ്രീഡം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റിൽ നിന്നും നിങ്ങളെ വിട്ടുപോയിട്ടുള്ളതായിട്ടുള്ള വ്യക്തിയിൽ നിന്നും പതുക്കെയാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അത് തന്നെയാണ് നൈറ്റ് ഓഫ് കപ്സും ഇവിടെ പറയുന്നത്. നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു ലെറ്റർ. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു, ഒരു പ്രപ്പോസൽ വരുന്നു. ഇതൊക്കെയാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. പാസ്റ്റിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയിട്ടുള്ള വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, അതിനുള്ള സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. എങ്കിലും നിങ്ങളിലേക്ക് വരാൻ ആ ഒരു മെസ്സേജ് തരാൻ, ചിലപ്പോൾ ഒരു മെസ്സേജിൻ്റെ രൂപത്തിലായിരിക്കാം നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ചിലർക്കൊക്കെ ഒരു പ്രപ്പോസൽ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ പേജ് ഓഫ് ഫണ്ടിൻ്റെ ക്ലാരിറ്റി ഒന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് പേജ് ഓഫ് ഫണ്ട് എന്നുള്ളത് നോക്കാം. കുറേ ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ക്ലാരിറ്റി നോക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ക്ലാരിറ്റി നോക്കാറില്ല. കാരണം കൂടുതൽ ലെങ്തി ആവുന്നതുകൊണ്ടാണ് ക്ലാരിറ്റി എടുക്കാത്തത്. വീഡിയോ ലെങ്തി ആവുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഏസ് ഓഫ് വൺസ്, പുതിയ തുടക്കം തന്നെയാണ് ക്യൂൻ ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു പുതിയ തുടക്കം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് നിങ്ങളുടെ പാഷനൊപ്പം നിങ്ങൾ പോകുന്നു, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു ഹീലിംഗ് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതായത് നിങ്ങളൊരു സ്പിരിച്വലി ഉള്ള ഒരു കോഴ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ്. ഒരു ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു, ഹീലിംഗ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് പറഞ്ഞല്ലോ. ഇവിടെ ഒരു ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ, വളരെയധികം ചാമിങ് ആയിട്ടുള്ള ഒരു എനർജി ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഫോളോ ചെയ്യുന്നു. നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് നിങ്ങൾ വളരെയധികം ഒരു റൊമാൻറ്റിക്കലി ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ വളരെയധികം ഒരു ഷൈൻ ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. നിങ്ങൾക്ക് ഒരു ഇമാജിനേഷനൊക്കെ വരുന്നു എന്നുള്ളത് കൂടിയാണ്. അതായത് വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പലർക്കും ഇവിടെ റിലേഷൻഷിപ്പിൽ നിന്ന് മുമ്പ് വിട്ടുപോയിട്ടുള്ള വ്യക്തികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ടെമ്പറൻസ് ആണ് ബോട്ടമായി വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് ഒരു ബാലൻസ് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും നാൾ ഒരു ബാലൻസിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സ്പിരിച്വലി ആയാലും ഇമോഷണലി ആയാലും നിങ്ങളിലേക്ക് ഒരു ബാലൻസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് പുതിയൊരു വെളിച്ചം വരുന്നു. നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന, ഐക്യത്തോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന, ക്ഷമയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നു തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ. നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ എന്താണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു എനർജിയാണ്
സ്പിരിച്വലി കുറേ വ്യക്തികൾക്ക് ഇവിടെ ആ ഒരു അവേക്കനിങ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളിലേക്ക് ആ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഇതുവരെ ഉള്ളതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഡിവൈൻ മസ്കുലിൻ ആൻഡ് ഫെമിനൈൻ എനർജി ഒരു ബാലൻസിലേക്ക് വരുന്നു. നിങ്ങൾ തന്നെ തോന്നുകയാണ് നിങ്ങളുടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു കഴിവുണ്ട്, ഒരു ഓറയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ കൂടെ മാലാഖമാരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ ടെമ്പറൻസിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ള കൂടി ഇവിടെ ടെമ്പറൻസിൽ പറയാണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തനിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരിക. ഒരാളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ എന്നുള്ള ആ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്ന് മാറ്റുക. പിന്നെ കൂടുതലായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ റൂട്ടീനൊക്കെ കറക്റ്റ് ആക്കുക എന്നുള്ളത് കൂടി ഇവിടെ പറയാനുണ്ട്. ഓക്കെ, ഇതാണ് ടെമ്പറൻസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, നോക്കുക. ഓക്കെ, ടവർ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. കുറേ പേർക്കൊക്കെ വളരെ നല്ല ഒരു എനർജിയാണ്. അതായത് പണം വരുന്നു എന്നുള്ളത് തന്നെയാണ്, പിന്നെ അവസരങ്ങൾ വരുന്നു എന്നുള്ളതൊക്കെയാണ് വരുന്നത്. ഹീലിംഗ് വരുന്നു, പിന്നെ പാസ്റ്റിൽ നിന്നൊരു വ്യക്തി വരുന്നു, കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നു, ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് റിസ്ക് എടുത്തും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങുന്നു, നിങ്ങളിലേക്ക് ബാലൻസ് വരുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്ന്. ഏഞ്ചൽസ് എന്താണ് ഇന്നത്തെ ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത്. ഓക്കെ, പീസ്ഫുൾ റെസൊല്യൂഷൻ. നിങ്ങളോട് ഒരു റെസൊല്യൂഷൻ എടുത്തുകൊണ്ട്, ദൃഢനിശ്ചയം എടുത്തുകൊണ്ട്, പീസ്ഫുള്ളായിട്ടുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. ഇയർ ഫ്രം നൗ. ഓക്കെ, ഇന്ന് തൊട്ട്, ഇപ്പോൾ തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് വരാനാണ് പോകുന്നത്. വലിയൊരു മാറ്റം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചോദിച്ച ക്വസ്റ്റ്യൻ അത് ഇവിടെ നിന്നും ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, യെസ്, ഇവിടെ എസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിനൊരു എസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു എസ് ആണ്. റൊമാൻസ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഒരു റൊമാൻസ് ഇവിടെ വരുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിൽ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു റൊമാൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൊമാൻസ് വരുന്നുണ്ട്. റൊമാൻറ്റിക് ആയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നോക്കാം ലവ് ഒറാക്കിൾ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കിയാലോ. ലവ് ഒറാക്കിൾ ഏഞ്ചൽസ് എന്താണ് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, യു ഹാവ് ബീൻ മാനിഫെസ്റ്റിംഗ് ദിസ് റിലേഷൻഷിപ്പ്. എവറിത്തിങ് യു വാണ്ട് വിൽ ബി സൂൺ യുവേഴ്സ്. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അടുത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തും, അത് നിങ്ങളുടേതാവും. അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അത് കറക്റ്റായിട്ട് ചെയ്യുക, നിങ്ങളിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും, അടുത്ത് തന്നെ എത്തും എന്നുള്ളതാണ്. ന്യൂ ലവ്, എ ന്യൂ ചാപ്റ്റർ ബിഗിൻസ്, വെദർ ഇറ്റ് ഈസ് വിത്ത് എ ന്യൂ ചാപ്റ്റർ ഓർ ഇൻ എ കറണ്ട് റിലേഷൻഷിപ്പ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളിലേക്കൊരു പുതിയ സ്നേഹം, ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു പ്രപ്പോസൽ ഒന്നുകിൽ വരുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പുതിയ രീതിയിൽ തുടങ്ങുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളതിൽ നിന്ന് പുതിയൊരു രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു, ഒരു ന്യൂ ലവ്. മേക്ക് ദി എഫേർട്ട്. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ള കാർഡ് മേക്ക് ദി എഫേർട്ട് എന്നുള്ളതാണ്. ദിസ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് റിസ്ക്. യു ആർ കോൾഡ് ടു മൂവ് ഫോർവേഡ്. ഓക്കെ, നിങ്ങളോട് എഫേർട്ട് എടുക്കാനാണ് പറയുന്നത്. എന്ത് റിസ്ക് എടുത്തും മുന്നോട്ടേക്ക് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടും മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. ഓക്കെ, ബി ഹോണസ്റ്റ്. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ആർ നെസസറി. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ടോക്ക് അബൌട്ട് യുവർ ഫീലിങ്സ്. ഓക്കെ, നിങ്ങളോട് കോൺവെർസേഷൻ ചെയ്യാനാണ് പറയുന്നത്. ഹാർട്ട് ടു ഹാർട്ടായിട്ട് കോൺവെർസേഷൻ ചെയ്യുക, അത് അത്യാവശ്യമാണ് എന്നുള്ളത്. നെസസറി ആണ് പറയുന്നത്, അത്യാവശ്യമാണ്. നിങ്ങൾ
എങ്കിലാണ് നിങ്ങളുടെ ഫീലിങ്സ് എങ്കിലാണ് നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവുകയും പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ സേഫായിട്ട് സംസാരിക്കാൻ പറ്റുകയും ചെയ്യുന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് സംസാരത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സേഫായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈ ബട്ടണും കൂടെ ഹൈ പോയിൻറ്റും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.